നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളമാണോ നമ്മൾ ജീവിക്കുന്ന നാട്, അതോ വല്ല മിഡിൽ ഈസ്റ്റിലെ തീവ്രവാദികൾ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദികൾ തഴച്ചു വളരുന്ന അവർക്ക് സ്വാധീനമുള്ള രാജ്യത്താണോ ജീവിക്കുന്നത് എന്ന ഒരു സംശയത്തിലാണ് ഇപ്പോൾ നമ്മൾ. കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രൊട്ടസ്റ്റ്, ഒരു സമര പരിപാടി. അവിടെ ഉയർത്തിപ്പിടിച്ച ബാനറുകളും അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളുമൊക്കെ ആരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ആരെ ഉയർത്തിക്കാട്ടിയായിരുന്നു എന്നുള്ളത് ഈ മലയാളികളായിട്ടുള്ള ആളുകളെല്ലാം കണ്ടതാണ്. എന്തായാലും നമ്മുടെ നാടിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണെന്ന് ഈ ചിത്രങ്ങളും അല്ലെങ്കിൽ ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് വെളിവാക്കി തരും. പ്രിയപ്പെട്ടവരെ, വഖഫ് പാർലമെന്റ് പാസ്സാക്കിയതിന് പിന്നാലെ അവിടുന്ന് ഇവിടുന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പല ശബ്ദങ്ങളും അലോസരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് അതിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കരിപ്പൂരിൽ നടന്ന വഖഫിന്റെ ഒരു പ്രതിഷേധ യോഗത്തില് അല്ലെങ്കിൽ റാലിയില് അവിടെ കൂടിയ ചെറുപ്പക്കാര് ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡുകൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആരെയൊക്കെയാണ് അവിടെ ഉയർത്തിപ്പിടിച്ചത്? ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി 1200ഓളം പേരെ കൊല്ലുകയും പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുകയും സ്ത്രീകളെയും കുട്ടികളെയും വയോധികരെയും അടക്കമുള്ള ആളുകളെ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയി വലിയ പീഡനത്തിന് ഇരയാക്കുകയും വളരെ കഠിനമായി പീഡിപ്പിക്കുകയും ചെയ്ത യഹിയ സിൻവർ എന്ന മഹാന്റെയും ഖത്തറിലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് ഗാസയിലെ തീവ്രവാദത്തിന് നേതൃത്വം കൊടുക്കുകയും അവസാനം എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇറാനിലെത്തിയപ്പോൾ ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ അയാളെ തേടി വരികയും ഇസ്രായേലിന്റെ രഹസ്യ ഓപ്പറേഷനിൽ പടമായി മാറുകയും ചെയ്ത ഇസ്മായിൽ ഖനിയയുടെയും അതോടൊപ്പം തന്നെ ഈജിപ്തിന്റെ സർക്കാരെ അട്ടിമറിക്കാൻ ശ്രമിച്ച് അവിടുത്തെ സൈന്യത്തിന്റെ തന്നെ വെടിയേറ്റ് കൊല്ലപ്പെട്ട അവിടുത്തെ തന്നെ വിമത നേതാവായ ഭീകരവാദിയായ ഹസൻ അൽ ബന്നയുടെ ചിത്രവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു തെരുവിൽ, അതായത് മലബാറിന്റെ ഒരു തെരുവിൽ യുവജനങ്ങൾ നൽകിയ സന്ദേശം എന്തെന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇത് ചെറിയ കളിയൊന്നുമല്ല. തീവ്രവാദികളുടെ, ഭീകരവാദികളുടെ ചിത്രങ്ങളാണ് ഇവർ ഇവിടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. വഖഫിന്റെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാം. വഖഫ് എന്ന് പറയുന്ന കിരാതമായ ഒരു നടപടിക്ക് എതിരെ അല്ലെങ്കിൽ അതിനെതിരെ ഈ രാജ്യം ഒരു തീരുമാനമെടുത്തപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചതാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തീവ്രവാദികളുടെ ചിത്രം ഉയർത്തി. എന്തായാലും ഈ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സന്തോഷം പകരുന്ന ഒരു വാർത്ത ഗാസയിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിലെ ഒക്ടോബർ 7 ആക്രമണത്തിൽ പങ്കെടുത്ത, ഗാസയിൽ നിന്നും ഹമാസിന്റെ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ഒരു കമാൻഡറെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വകവരുത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ഹൈത്തം റസാഖ് അബ്ദുൽ കരീം ഷെയ്ഖ് ഖലീൽ എന്ന് പറയുന്ന ഭീകരവാദിയെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യവും ഷിൻബെറ്റ് അറിയാമല്ലോ, ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയാണ്, സൈന്യത്തിന്റെ ഭാഗമാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തിയ രഹസ്യ നീക്കത്തില് ഈ തീവ്രവാദിയെ കൊന്ന് പടമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഒരു ബാനറും കൂടെ ഉയർത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ ഒരു ഫോട്ടോയും കൂടെ ഉയർത്തിപ്പിടിക്കാൻ ഒരു തീവ്രവാദിയെ കൂടി അല്ലെങ്കിൽ ഒരു നേതാവിനെ കൂടി കേരളത്തിലുള്ള ഹമാസ് ഫാൻസിന് ലഭിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഹമാസിന്റെ ഷജയ്യ ബറ്റാലിയന്റെ കമാൻഡർ ആയിരുന്നു ഈ ഖലീൽ എന്ന് പറയുന്ന ആള്. അദ്ദേഹം ഒക്ടോബർ 7 ഇസ്രായേലിൽ കയറിയിട്ട് കിബുട്സ് നിറോസ് എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ കയറിയിട്ട് ഒരുപാട് വീടുകളിൽ കയറുകയും ഒരുപാട് പേരെ കൊല്ലുകയും അതോടൊപ്പം തന്നെ യുവതികളെ ബലാത്സംഗം ചെയ്യുകയും കുട്ടികളെ കൊല്ലുകയൊക്കെ ചെയ്ത ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ഷിൻബെറ്റും കൂടി തീർത്ത് കളഞ്ഞത്. ഗാസയിലെ സെൻട്രൽ ഗാസയിലുള്ള ഗാസ സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നടത്തിയ ഒരു രഹസ്യ ഓപ്പറേഷനിലാണ് സൈന്യം ഈ തീവ്രവാദിയെ വകവരുത്തിയത്. അവിടെ ഹമാസിന്റെ ഒരു കൺട്രോൾ സെന്റർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ സെന്ററിൽ വെച്ചാണ് ഈ തീവ്രവാദിയെ വകവരുത്തിയത്. അപ്പൊ ഈ ഖലീൽ തീവ്രവാദിയുടെ നീക്കങ്ങൾ കുറച്ച് നാളായിട്ട് ഇസ്രായേൽ സൈന്യം ഇങ്ങനെ പരിശോധിച്ചു വരികയായിരുന്നു. അങ്ങനെ സ്കെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയത്. എന്തായാലും ഇസ്രായേൽ കാറ്റ്സ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വെടിനിർത്തലിന്റെ സമയത്ത് ഇസ്രായേലിനെതിരെ വീണ്ടും ഒക്ടോബർ 7 ആക്രമണം പോലൊരു ആക്രമണത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു ഹമാസ് എന്ന് പറയുന്നു. ആ പ്ലാനിങ്ങിലൊക്കെ അദ്ദേഹം വലിയ സ്ഥാനം വഹിച്ചിരുന്നു. പക്ഷെ അത് ചീറ്റിപ്പോയി. ഇസ്രായേൽ പെട്ടെന്ന് തന്നെ അവരുടെ ആക്രമണം പുനഃസ്ഥാപിക്കുകയും വീണ്ടും ഈ ഗാസയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം കൂടി ഇസ്രായേലിലൂടെ പറയുകയാണ്.
ഇസ്രായേൽ ഗാസയിലെ ജനങ്ങളെ ഹമാസ് വളരെ ക്രൂരമായിട്ട് ദുരുപയോഗം ചെയ്യുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടും ഇസ്രായേൽ പുറത്തുവിടുന്നു. അതിനെതിരെ ഇസ്രായേൽ നടപടി സ്വീകരിക്കുമെന്നും ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കേരളത്തിലെ ഹമാസ് ഫാൻസിന് സന്തോഷിക്കാൻ ഒരു രക്തസാക്ഷി കൂടി ഗാസയിൽ ഉണ്ടായിരിക്കുന്നു. ഹമാസിൻ്റെതായിട്ട് ഗാസയിലെ സാധാരണക്കാരെ ജനങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഹമാസ് തീവ്രവാദിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ഗാസയിലെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന വ്യാജേന ഹമാസ് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫാൻസിനും ഇത് സമർപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.